പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉത്ര കൊലപാതകത്തെക്കുറിച്ച് ഇപ്പോഴും ഓർമ്മയുണ്ടോ? കേരളത്തെ നടുക്കിയ ഉത്ര മോഡൽ കൊലപാതകം, പാമ്പിനെ തുറന്നുവിട്ട് ഭാര്യയെ പാമ്പ് കടിപ്പിച്ചു കൊന്ന അഞ്ചൽ ഉത്ര മോഡൽ കൊലപാതകം. അപ്പോൾ ആ ഉത്ര മോഡൽ കൊലപാതകം ഉത്തർപ്രദേശിൽ നടന്നു എന്നൊരു വിവരം വരുന്നു. പക്ഷെ ഇവിടെ പാമ്പ് കടിയേറ്റ് മരിച്ചത് ഭാര്യയല്ല, ഭർത്താവാണെന്ന് മാത്രം. എന്തിനായിരുന്നു? ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടി. ഭർത്താവിനെ ഭാര്യ പാമ്പ് കടിയേൽപ്പിച്ചു കൊന്നു. 35-കാരൻ അതുൽ പൻവാലാണ് മരിച്ചത്. ഭാര്യ ധാമിനിയും കാമുകൻ തുഷാറും ചേർന്നാണ് ആസൂത്രിത കൊലപാതകം നടത്തിയത്. പാലിൽ ഉറക്ക ഗുളിക കലർത്തി അതുലിനെ ബോധരഹിതരാക്കിയ ശേഷം കട്ടിലിൽ കിടത്തി. എന്നിട്ട് തുഷാറും 2 സുഹൃത്തുക്കളും ചേർന്ന് കട്ടിലിൽ വിഷപ്പാമ്പിനെ തുറന്നുവിട്ടു. ബന്ധുക്കളുടെ പരാതിയിൽ ഭാര്യയെയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യമാണ് ഈ ഭർത്താവിനെ കടിച്ച പാമ്പ്. പുറകിൽ നിൽക്കുന്നതാണ് പാമ്പിനെ തുറന്നുവിട്ട വിഷം കൂടിയ പാമ്പിനെ തുറന്നുവിട്ട ഭാര്യ. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഇതിൽ പാമ്പിനാണോ വിഷം, ഭാര്യയ്ക്കാണോ വിഷം എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ്. ഇൻഷുറൻസിന് വേണ്ടിയാണ് ഈ പണി ചെയ്തതെന്നാണ് പറയുന്നത്. തെളിവോടുകൂടി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടമായി. അഞ്ചലിൽ ഉത്ര എന്ന പെൺകുട്ടിക്കാണ് ജീവൻ നഷ്ടമായതെങ്കിൽ ഉത്തർപ്രദേശിൽ അതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ജീവൻ നഷ്ടമായത്. എങ്ങനെയാണ് ഇവരിത് ആസൂത്രണം ചെയ്തത്? ഈ വാർത്തയൊക്കെ ഇവർ കേട്ട് കാണുമോ? അഞ്ചലിലെ ഉത്ര മോഡൽ കൊലപാതകമൊക്കെ. ഏതായാലും സ്വാഭാവികമായൊരു പാമ്പ് കടിച്ചു എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകം നടന്നത്. ഉത്ര മോഡൽ എന്ന് പറഞ്ഞാൽ സമാനമായ സാഹചര്യം തന്നെയാണ്. ഈ ഭാര്യ പേര് ധാമിനി എന്നാണ്. ഒപ്പം ഒരു ആൺ സുഹൃത്തുണ്ടായിരുന്നു ഈ ധാമിനിക്ക്, തുഷാർ എന്നായിരുന്നു പേര്. ഇവർക്ക് സുഖകരമായി ജീവിക്കണം. മാത്രമല്ല ഈ കൊല്ലപ്പെട്ട ഭർത്താവ് 35-കാരൻ അതുൽ പൻവാറിന്റെ പേരിൽ 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തുക തട്ടിയെടുത്ത് പുറത്തുപോയി ജീവിക്കാനായിരുന്നു ഇവർ ആഗ്രഹിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ പദ്ധതി തയ്യാറാക്കി ഈ അതുലിന് രാത്രി കിടക്കുമ്പോൾ പാല് നൽകാറുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ ഉറക്ക ഗുളികകൾ കലർത്തി നൽകി ഉറക്കി കിടത്തുകയായിരുന്നു. പിന്നീട് കാമുകൻ തുഷാറും 2 സുഹൃത്തുക്കളും ചേർന്ന് വിഷപ്പാമ്പിനെ കൊണ്ടുവന്ന് കട്ടിലിൽ വിടുകയായിരുന്നു. അങ്ങനെ പാമ്പ് കടിയേറ്റ് മരിച്ചു. ഈ ഭാര്യ തന്നെയാണ്, ധാമിനി തന്നെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. പാമ്പ് കടിയേറ്റു. സമീപസ്ഥലത്ത് നിന്ന് പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ഈ കുടുംബക്കാർക്ക് ചില സംശയങ്ങൾ ഉണ്ടായി. പിന്നീട് നടത്തിയ പരാതിയും പിന്നീട് അന്വേഷണത്തിലുമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തായത്. പാമ്പ് കടിയിൽ ചില അസ്വാഭാവികതകൾ ഉണ്ട്. സ്വാഭാവികമായ ഒരു പാമ്പ് കടിച്ചതുപോലെയല്ല കാണുന്നത് എന്നതായിരുന്നു ആദ്യ കണ്ടെത്തൽ. പിന്നീട് ധാമിനിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു. സംശയം തോന്നി. അങ്ങനെ നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇത് ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വ്യക്തമായത്. ഏതായാലും ധാമിനിയെ, കാമുകൻ തുഷാറിനെ, പിന്നെ സഹായിച്ച 2 പേരെ, അങ്ങനെ 4 പേരെ UP പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 20 ലക്ഷം രൂപ ഇൻഷുറൻസിന് വേണ്ടിയാണ് ഈ പണി ചെയ്തത് എന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉത്ര മോഡൽ കൊലപാതകം UP മീററ്റിലും സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് തന്നെ പുറത്തുവിട്ടത്. അരുൺകുമാർ, എന്താണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് വിശ്വാസത്തിലാണ് അവരുടെ കൂടെ ഇയാൾ കഴിഞ്ഞിട്ടുണ്ടാവുക? ഭർത്താവിനെ പാമ്പ് കടിപ്പിച്ച് കൊല്ലുക എന്നതാണ്. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയായിരുന്നു. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചതൊക്കെ വാങ്ങിച്ചാൽ പോലായിരുന്നു. എന്തിനാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം എടുത്തത്? ഇവിടെ ഉത്രയുടെ കാര്യത്തിൽ സ്വർണം തട്ടിയെടുക്കാനും സ്വത്ത് തട്ടിയെടുക്കാനും വേണ്ടിയാണ് അഞ്ചലിൽ ഉത്രയെ ഭർത്താവ് കൊലപ്പെടുത്തിയതെങ്കിൽ അവിടെ ഭാര്യ ഭർത്താവിനെ പാമ്പിനെ കൊണ്ട് കടിയേൽപ്പിച്ചത് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അല്ലേ?